ഹലോ, വെൽക്കം ബാക്ക് ടു ട്രിവിയൻ ട്രാവലോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഹാറിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന റിസോർട്ടിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നിന്ന റിസോർട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡായിരുന്നു. അവൽ വെച്ചിട്ടുള്ള ഒരു സാധനം, അത് പോഹ എന്നാണെന്നൊന്ന് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ പറാത്ത, അവരുടെ രീതിയിലുള്ള ഖീർ, നമ്മുടെ പായസം പോലെ തന്നെ വെർമസലിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത്, ചായ, ബ്രെഡ്, ബട്ടർ, അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ഫുഡാണ് അവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോസി റിവർ ബ്രിഡ്ജിലൂടെയാണ്. കോസി ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജിൽ ഒന്നാണിത്. ഇതിന് ഏകദേശം 13 കിലോമീറ്ററോ നീളമുണ്ട്. മധുബനി, സുപാവ് ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ റിവർ ബ്രിഡ്ജാണിത്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ വളരെയധികം ആൾക്കാർ ഞങ്ങളുടെ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ആയിരുന്നു ബീഹാർ. ഇവിടുത്തെ റോബറി ഇഷ്യൂസും പിന്നെ റോഡ് കൾച്ചറും ആളുകളുടെ നേച്ചറും ഒക്കെ തന്നെയാണ് അതിന് കാരണം. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസിഡൻറ്റും ഉണ്ടായി. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞു വീഴുകയും ഞങ്ങൾ അവിടെ ഓടി എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകളെ എത്തി വണ്ടി നോത്തു വയ്ക്കുകയും അതുമാത്രമല്ല അതിനകത്തുള്ള പൊടിയൊക്കെ തുടച്ച് അവർ ഞങ്ങൾക്ക് തരികയും ചെയ്യും. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം മനസ്സിലായി. പിന്നെ ഒരുപാട് ഉള്ളിലോട്ടൊന്നും ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബ്ലോക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബ്ലോക്കിൻ്റെ പ്രത്യേകത, ഇത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം. ഒരു 6 മീറ്റർക്ക് കുറുകെ ഒന്ന് ക്രോസ് ചെയ്താണ് ഈ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം. ഈ ബ്ലോക്കിനിടയ്ക്ക് വണ്ടികൾ ഡിവൈഡർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തിറങ്ങുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ പോലീസുകാർ എത്തിച്ചേരുകയും ആർമിക്കാരും എല്ലാം കൂടെ ചേർന്നാണ് ആ ബ്ലോക്ക് ക്ലിയർ ചെയ്ത് വണ്ടികൾ മുന്നോട്ട് വിട്ടത്. ഇപ്പോൾ നമ്മളുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എത്തിയ ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വണ്ടി നിർത്തി. വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോട് അത്യാവശ്യം സാമ്യം തോന്നുന്ന ഒരു കാലാവസ്ഥയും പച്ചപ്പൊക്കെയാണ് വെസ്റ്റ് ബംഗാളിലും ഉള്ളത്. പിന്നെ നമ്മൾ ഈ യാത്രയിൽ ഉടനീളം കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത് 2 ഭാഗത്തുമുള്ള തേയിലത്തോട്ടങ്ങളാണ്. ധാരാളം ഇടങ്ങളിൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങൾ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ കാണാൻ പറ്റും. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ചോളം തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങളും ഇവിടെ ധാരാളം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ അധികം ചൂടും അല്ല തണുപ്പും അല്ല എന്നൊരു കാലാവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഒരുപാട് ദൂരം ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. കഴിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ തേയില നുള്ളാനായിട്ട് പോണ ഒരു കാഴ്ചയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സിലിഗുരിയിലേക്കാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സിലിഗുരി. കാരണം ഇന്ത്യയിലുള്ള ബാക്കി സംസ്ഥാനങ്ങളെ നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സിലിഗുരിയാണ്. ചിക്കൻ നെക്ക് എന്നൊക്കെയാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായിട്ട് ഈ ഒരു സ്ഥലം അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൈനിക സുരക്ഷയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സിലിഗുരിയിൽ എത്തിയ ശേഷം നമ്മൾ അവിടുന്ന് ഒരു കടയിൽ നിന്ന് ഉച്ചയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ആദ്യം ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടെ ദൂരം വണ്ടി ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് ആസാമിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബോങ്കായ് ഗാവൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ സ്റ്റേയും നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് വെസ്റ്റ് ബംഗാളിലെ ഹസിമാര എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന കുറച്ച് റിസ്ക് ആണെന്നാണ് തോന്നുന്നത്. ആസാമിൽ ഈ ഒരു സമയത്ത് രാത്രി ധാരാളം കടകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത ശേഷം ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോയി. ഈ ഒരു ഫോറസ്റ്റ് റോഡ് കഴിഞ്ഞുള്ള വഴി വളരെ മോശമായിരുന്നു. വളരെ സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾ അത്രയും ദൂരം പോയത്. കാരണം റോഡൊന്നും പറയാൻ പറ്റത്തില്ല, അവിടെ ഇവിടെയൊക്കെ പണി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആസാമിലെത്തി. ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് കയറി. അവിടെ കണ്ടൊരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടിയാണിത്. അത് കുറേ നേരം എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് എൻ്റെ ഷൂ ലേസിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ സ്റ്റേ എടുത്തിടത്തോട്ട് പോയി. ഇനി അടുത്ത ദിവസം ഞങ്ങൾ പോണത് അരുണാചലിലേക്കാണ്. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.